അച്ഛനും മോൻ്റെ ഒരു ആർട്ടിസ്റ്റ് വേഷം. പിന്നെ പഴയ ഒരു ഡയലോഗുണ്ട്, ഒരു ജയറാമും തെലുങ്കിൻ്റെ കൂടെ ഒരു സംസാരിക്കുന്ന ഒരു ഇതുണ്ട്. ആ അവസാന സൈന അച്ഛനാണ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അത് ഇതിലെടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു എല്ലാ അടിപൊളിയാണ്. ജയറാമും മോനും പിന്നെ നല്ല ആർട്ടിസ്റ്റാണ്. നല്ല ഇഷ്ടപ്പെട്ടു. ഒരു ഫാമിലി പോയിട്ട് കാണാൻ പടമാണ്. പിന്നെ അവസാനത്തെ ഒരു ഡയലോഗുണ്ട് അച്ഛനും മോനും പറയണത്. അത് തന്നെ പഴയ ഡയലോഗാണ്. തെലുങ്കിലും ജയറാമിൻ്റെ കൂടെ ആ പടത്തിലുണ്ട്, പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് തന്നെ ഇതിൽ അവസാനത്ത് പറയുന്നുണ്ട്. മോനാണ് പറയുന്നുണ്ട്, അച്ഛനാണ് ആക്ടേഴ്സ് എന്ന്. അത് തന്നെയാണ് ഇതിലെടുത്തിട്ടുണ്ട്. ആ കോപ്പി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി പടം. ആശകളായിരുന്നു ഓവറാവോ? നല്ല സിനിമ. അതിപ്പോൾ പറയല്ലോ, ജയറാമണ്ണൊക്കെ ശരിക്കും നമ്മളൊക്കെ ഇൻഡസ്ട്രിയിൽ ശരിക്കും സിനിമ ചെയ്യണം എന്നുള്ളതാണ്. മലയാളം സിനിമയിൽ സിനിമ ചെയ്യണം. കാരണം ജയറാമണ്ണൊക്കെ ഒന്ന് കണ്ണെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാണുന്ന പ്രേക്ഷകരുടെ മനസ്സിലൊന്ന് കരയും. ഇപ്പോൾ 1000 ആശകളാണ് ഏറ്റവും പുതിയതായി കണ്ട സിനിമ. അടിപൊളി സിനിമയാണ്. അടിപൊളി സാധനം. കാരണം നമ്മളെ ആ സിനിമ ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷമല്ലേ അങ്ങനെ സിനിമ കാണുന്നത്. അടിപൊളിയായിട്ട് നമ്മളൊരു പ്രേക്ഷകർക്ക് എൻഗേജ് ചെയ്ത് നമുക്ക് ലാഗ് തന്നെ സാധനമില്ല. സിനിമ ആളുടെ സംഘടന സിനിമ കഴിഞ്ഞു പോയെന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് കഴിഞ്ഞു പോയെന്നാൽ അത്രയും എൻഗേജ് ചെയ്തിരുന്ന ആ സിനിമയിൽ നമ്മളെ സിനിമയുടെ ഉള്ളിൽ നിന്ന് നടക്കുന്ന ഒരു സിനിമാ കഥ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. ജയറാമന്റെ പഴയ സിനിമകളുടെ കുറെ റെഫറൻസ് ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഫീൽ ചെയ്തത്? നമുക്കത് അങ്ങനെ ഒരു കോപ്പിറൈറ്റ് പോലെ സംഭവം തോന്നുന്നില്ല. നമുക്ക് ഒരു സന്തോഷം എന്ന് വെച്ചാൽ ജയറാമണ്ണൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം ഒരു സിനിമ ചെയ്യണത്. ബ്രഹ്മോസ്കറൊക്കെ കഴിഞ്ഞ് ഒരു ഹിറ്റ് അടിച്ചതിന് ശേഷമാണ് പിന്നെ ഒരു ഹിറ്റ് വേറെ സിനിമ. ഇത് 101% ഹിറ്റ് തന്നെ ആയിരിക്കും. കാരണം ജയറാമണ്ണൊക്കെ ശരിക്കും കുടുംബ പ്രേക്ഷകർക്ക് ഒഴിച്ചിടാൻ പറ്റുന്ന നടനാണ്. അദ്ദേഹമൊക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഇമോഷൻസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നമ്മുടെ കണ്ണോടും നല്ലതാണ്. ഒരു പാരന്ത്യൻ പരിപാടിയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര സന്തോഷം. എല്ലാവരും തിയേറ്ററിൽ ഇപ്പോൾ സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുള്ള എനിക്ക് പറയാം. ഇനി സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് എത്താൻ പറ്റിയത്. ഇനി സപ്പോർട്ട് ചെയ്യുക. ഇനി ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ള ജൂഡേട്ടൻ്റെ അടുത്താണ്. ജൂഡേട്ടനാണ് എന്നെ സിനിമയിൽ വിളിച്ചത്. ജൂഡേട്ട, താങ്ക് യു സോ മച്ച്. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളോടെ ചെയ്യുമ്പോഴൊരു എല്ലാവർക്കും ഉള്ള പോലെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഭയങ്കര ചില്ലായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. എസ്പെഷ്യലി ആശ ചേച്ചി ചക്കരയെ മോളെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ശരിക്കും ഒരു അമ്മ അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് നല്ല രീതിക്കൊക്കെ ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കണം. ഇനിയിപ്പോൾ ഇനി വരുന്ന ഷോകളിൽ കാണാൻ പ്രേക്ഷകരോട് എന്താ പറയാൻ അങ്ങനെ എന്ത് പ്രതീക്ഷിച്ച് വരണം, അവർക്ക് എന്ത് കാണണം എന്നുള്ള ഇതിലാണ് എത്തേണ്ടത്? ആക്ച്വലി ഇതൊരു ഫാമിലി മൂവിയാണ്. എല്ലാ കാറ്റഗറി ഓഫ് പീപ്പിളിനും കാണാൻ പറ്റിയൊരു മൂവിയാണ്. ഒരു ഒക്കെ കണ്ടിരിക്കാൻ ഒരു നല്ല രസമുള്ളൊരു മൂവിയാണ്. നല്ല പടം, ഗംഭീരമാണ്. ഫാമിലി മൂവിയാണ്. പിന്നെ ഇപ്പം കാളിദാസൻ അച്ഛൻ മകനായിട്ടുള്ള കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. അത് നന്നായിട്ട് നല്ല രസമായിട്ട് ഫാമിലി പടമാണെന്നാ തീർച്ചയായും ഫാമിലി പടമാണ്. ഫാമിലിയായിട്ട് വന്നിട്ട് കാണണം. ജയറാമൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. ഇത്ര വർഷം നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഒരുപാട് വേറെ നമുക്ക് തിലകഞ്ചേട്ടൊക്കെ ഓർമ്മ ചില ഡയലോഗുകളിൽ. പിന്നെ അച്ഛനും ഒരുപാട് കോമ്പിനേഷൻ. അപ്പം നല്ലൊരു സന്ദേശമുണ്ട്. ഈഗോ, അതായത് അച്ഛനും മോനാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് കുടുംബം മനസ്സിനൊരു സന്തോഷം തരുന്ന സിനിമ. എല്ലാം കൂടെ ചേർന്ന് കോമഡി, ട്രാജഡി നല്ല ഇത് ക്യാമറ മ്യൂസിക് ബീജം അടിപൊളി. ഫാമിലി നിൽക്കുന്ന കുടുംബസമേതം തിയേറ്ററുകൾ നിറയും. ഇതിൽ യാതൊരു സംശയമില്ല. അത്രയ്ക്കും ഗംഭീര പടം, മനസ്സിൽ ടച്ച് ചെയ്യുന്നൊരു സിനിമ. നമുക്ക് മലയാള സിനിമയൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതായിട്ട് നമുക്കിടെ ആണെങ്കിൽ ലാലുണ്ട് ഗംഭീര തിരിച്ചു ജയറാമുണ്ട്. എന്നാൽ ജയറാമായിട്ട് ഇത് നല്ലൊരു ഗംഭീര മനസ്സിന് സന്തോഷം തന്ന സിനിമ. തമിഴിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന കഥാപാത്രം അദ്ദേഹത്തിന് വെച്ചതാണ്. അത് ഏത് നടനാണെങ്കിലും. പിന്നെ ഇതിൽ നമ്മൾ എല്ലാവരും എന്താ പറയുന്നത്, പേരെടുത്ത് പറയാൻ പറ്റില്ല, എല്ലാവരും അഭിനയിച്ച എല്ലാവരും നന്നായിട്ട് കുടുംബ നായകൻ. ഒത്തിരി സന്തോഷമുണ്ട്. ആക്ച്വലി എൻ്റെ 2 മൂവീസ് വരുന്നുണ്ട്. അനോമി, ശുക്രൻ രണ്ടും ഒരു തിയേറ്ററിൽ ഒരേ ദിവസം കാണാനും
എല്ലാവരുടെയും അഭിപ്രായം അറിയാനും പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. രണ്ട് പടത്തിലും അഭിനയിച്ചിട്ടുണ്ട്. അതെ അതെ, അനോമിയിൽ റഹ്മാൻ അങ്കിളിൻ്റെ മോനായിട്ടും ശുക്രനിൽ ബിംജൻ്റെ ചൈൽഡ്ഹുഡായിട്ടും ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം തന്നെ രണ്ട് release. അതെ, ഒത്തിരി അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഒത്തിരി സന്തോഷമാണ്. രണ്ട് സിനിമയും കണ്ടിറങ്ങി വരുന്ന ആൾക്കാരുടെ റിയാക്ഷൻസും സംഭവമൊക്കെ കാണുമ്പോഴത്തേനും ഒത്തിരി സന്തോഷമാണ്. അല്ല, അനോമി 3 years ബാക്ക് ചെയ്തതാണ് ഞാൻ. ശുക്രൻ ചെയ്തിട്ട് 1 വർഷം ആയതേ ഉള്ളൂ. ഇതിപ്പോൾ എൻ്റെ 19ാമത്തെ മൂവിയാണ്.